ലൈവിൽ ഷിയാസ് കരീമും ശോഭയും ബി ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ബിഗ് ബോസ് ഒരുപാട് തവണ ഇവരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് പുറത്തു പോകാൻ സമയമായിരുന്നു. എന്നാൽ രണ്ടുപേരും ചെക്കൗട്ട് ചെയ്യാണ്ട് വീട്ടിൽ തന്നെ കറങ്ങി കിടക്കുകയാണ്. അവസാന സമയമല്ല, പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ടാക്കും. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് കൈയോടെ പൊക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പസമയം മുമ്പ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സ്റ്റാറൊക്കെ കൊടുക്കാനുള്ളവർക്ക് സ്റ്റാറൊക്കെ കൊടുക്കാം, ദാ നിങ്ങൾക്ക് പോകാൻ സമയമായെന്ന്. പെട്ടെന്നുള്ള അറിയിപ്പ് വന്നപ്പോൾ ശോഭ വന്നപ്പോൾ മുതൽ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോവില്ല, എനിക്ക് പോകണ്ടെന്നൊക്കെ. ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നപ്പോഴേക്കും ശോഭ നേരെ വാഷ്റൂം ഏരിയയിലേക്ക് പോയി. പിന്നീട് അവിടെ പോയി സാരി മാറ്റുന്നു, മേക്കപ്പ് ചെയ്യുന്നു. ബിഗ് ബോസ് ഒരുപാട് തവണ അനൗൺസ് ചെയ്തിട്ട് ശോഭ പോകാൻ തയ്യാറായിരുന്നില്ല. ഷിയാസ് ആണെങ്കിൽ ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നപ്പോൾ തന്നെ വേഗം പെട്ടിയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി. ആ സമയത്താണ് അനുമോളോട് കുറച്ച് കാര്യമൊക്കെ പറയുന്നത്. അനുമോൾക്ക് പല കാര്യങ്ങളും പുറത്തുനിന്ന് അറിയണമെന്നുണ്ട്. ചെറുതായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോളും ഷിയാസും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. നല്ല സുഹൃത്തുക്കൾ, പുറത്ത് വെച്ച് തന്നെ നല്ല സുഹൃത്തുക്കളാണ് അവർ. അപ്പോൾ വീടിനകത്ത് അങ്ങനെ ഒരു സുഹൃത്ത് വന്നു കഴിയുമ്പോൾ പുറത്ത് എന്താ നടക്കുന്നേ എന്നുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് സപ്പോർട്ട് ഉണ്ടോ, ഞാൻ കളിക്കുന്നത് കറക്റ്റ് ട്രാക്കാണോ എന്നൊക്കെ അറിയാനൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അനുമോളത് ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും അത് ചോദിക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് പറയുന്നു ചോദിക്കാൻ പാടില്ല, ഷിയാസെ പറയാൻ പാടില്ല എന്ന്. ഷിയാസ് പറയുന്നത് നീ കളിക്കേ, നീ എന്തിനാ കരയുന്നേ, നീ മര്യാദക്ക് കളിക്കേ, കരഞ്ഞുകൊണ്ടിരിക്കാൻ ഇത് നിൻ്റെ സീരിയൽ അല്ലെന്ന്. ഇന്ന് അപ്പോൾ കരയുന്നത് നെഗറ്റീവാണോ, കരയുന്നത് പ്രശ്നമാണോ എന്നൊക്കെയാണ് ചോദിക്കുമ്പോൾ കരയുന്ന പ്രശ്നമൊന്നുമല്ല, പക്ഷെ നീ എന്തിനാ കരയുന്നത് എപ്പോഴും. പിന്നെ പ്ലാച്ചിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്ലാച്ചിയുടെ ആവശ്യമില്ല ഇവിടെ നിനക്കെന്ന്. എന്നാൽ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത്, അല്ലെങ്കിൽ നീ പോകുന്നത് കറക്റ്റ് ട്രാക്കാണോ എന്ന് നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും പ്രവൃത്തി കൊണ്ട് പല തവണ ഷിയാസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അനുവിന്. ബിഗ് ബോസ് അവസാനം ഷിയാസിന്റെ പേര് വരെ എടുത്ത് വിളിച്ച് പറഞ്ഞു പുറത്തെ കാര്യങ്ങൾ പറയരുതെന്നതാ. രണ്ടാളും പുറത്തിറങ്ങാൻ പോവാണ്. പുറത്തിറങ്ങിയിട്ട് വേണം റിയാസിന്റെ കളി ഇറക്കാനായിട്ട്. റിയാസ് പറയുന്നുണ്ട് ശോഭ ഇറങ്ങിപ്പോ, എത്ര നേരമായി പറയുന്നതെന്ന്. അങ്ങനെ ശോഭയെയും ഷിയാസിനെയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് റിയാസ് ഇറക്കി വിട്ടു. അങ്ങനെ രണ്ട് ഗസ്റ്റുകൾ പുറത്ത് പോയി. ഒരു ഗസ്റ്റ് ഇനി വീടിനകത്ത് വന്നിട്ടുണ്ട്, ഇനി ഒരു ഗസ്റ്റോട് വരാനുണ്ട്. ഈ ഗസ്റ്റുകൾ വരുമ്പോഴും വയൽക്കാടുകൾ വരുമ്പോഴൊക്കെ പുറത്തെ കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നുണ്ട് കേട്ടോ. അതനുസരിച്ച് ഇവരുടെ ഗെയിം പ്ലാന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്ത് ഗെയിമാണ് ഇവർ കളിക്കേണ്ടതെന്നുള്ള ആകെ കൺഫ്യൂഷനിലാണ് ഓരോ കുടുംബാംഗങ്ങളും, ഓരോ മത്സരാർത്ഥികളും. ഗെയിം മുറുകേണ്ട ഒരു സമയമാണിത്. പക്ഷേ ഗെയിം മുറുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ സാമട്ടിലാണ് പോകുന്നത്. നമുക്ക് റിയാസിൻ്റെ നാവിൽ നിന്നും കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടേക്കാം. ലൈവിലെ ബി ഹോട്ടലിലെത്തിയ റിയാസ് പാർഷ്യാലിറ്റിയോട് കൂടിയിട്ടാണ് ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും അപ്രോച്ച് ചെയ്യുന്നത്. അത്തരത്തിലാണ് ലൈവ് പോകുന്നത്. നമുക്ക് നോക്കാം തുടർന്ന് എങ്ങനെയായിരിക്കും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.